പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. അയാളുടെ പേര് ശ്രീജിത്ത് എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ BS-ൻ്റെ കൂടെ 2001-2006 കാലഘട്ടത്തിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലം മുതൽ തുടങ്ങിയതാണ് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള എൻ്റെ പോരാട്ടം. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന് എനിക്കെതിരെ നൽകിയ ഒരു ക്രിമിനൽ ഡിഫമേഷൻ കേസ് ഞാൻ CJM കോടതിയിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരുപക്ഷെ പോലീസിൻ്റെ ഉന്നത ശ്രേണിയിൽ ഇത്രയേറെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ സസ്പെൻഷനിലായി പോയിട്ടുള്ളതാണ് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പം ഞാനത് കേസ് ഞാൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അങ്ങ് തുടരുകയും ചെയ്യും. ഇതിൽ സത്യം കാണുന്നത് വരെ ഞാൻ പോകും. അതിനൊന്നും ഒരു തർക്കവും വേണ്ട. കാരണം BS-ൻ്റെ ശിഷ്യനാണല്ലോ. ഇനി ഇടയ്ക്ക് വെച്ചിട്ട് വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതതിൻ്റെ വഴിക്ക് പോകും. ഞാൻ ഒരുപാട് വേദികളിൽ ഇയാൾക്കെതിരെ കേസ് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് മാധ്യമരംഗത്ത് അയാളുടെ കുറേ ഈ പറഞ്ഞതുപോലെ എന്ത് വാക്കാണ് അതിന് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ ആളുകളുണ്ട്, മാധ്യമപ്രവർത്തകരെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇയാളുടെ കുറേ പിണിയാളുകൾ എന്ന് വളരെ മൃദുവായി ഞാൻ പറയുകയാണ്, കുറേ പേരുണ്ട്. അവർക്ക് ഇയാൾ ഒരുപാട് വാർത്തകളൊക്കെ ചോർത്തി കൊടുക്കും എന്നൊക്കെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് T സെക്ഷനിലുള്ള രഹസ്യ വിവരങ്ങൾ പോലും ചോർത്തി കൊടുക്കും എന്നുള്ളത് കൊണ്ട് അയാൾ കൊടുക്കുന്ന എന്ത് വാർത്തയും എന്ത് ഷർദിലും തിന്നുന്ന മാധ്യമപ്രവർത്തകർ പല മാധ്യമ സ്ഥാപനങ്ങളിലും ഉണ്ട്. സുഹൃത്തുക്കളെ, അതിൽ ഇയാളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പിണിയാളായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്. അയാളുടെ വാർത്തകളൊക്കെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. മാധ്യമ പ്രവർത്തകനായിട്ടൊന്നും എനിക്ക് അയാളെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അയാളുടെ ഒരു കോൺട്രിബ്യൂഷനൊന്നും ഒരു വാർത്തയിലും ഞാൻ കണ്ടിട്ടില്ല. അയാൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ചോർന്ന് കിട്ടുന്ന ഇതുപോലുള്ള വാർത്തകൾ നമ്മളെ അറിയിക്കുന്ന ഒരു മാധ്യമ തൊഴിലാളി എന്നുള്ളതല്ലാതെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു വിശകലനാത്മകമായിട്ടുള്ള എന്തെങ്കിലും അയാൾ പറയുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അയാൾ കുറച്ച് വാർത്തകൾ, രഹസ്യമായിട്ടുള്ള വാർത്തകൾ ഇതുപോലുള്ള ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ചോർത്തി കൊടുക്കുന്നതൊക്കെ അയാൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്നലെ വന്നു. ആ വാർത്ത ആദ്യം കൊടുത്തത് അയാളാണ്. അയാൾ ആ വാർത്ത കൊടുത്തതിലൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. അത് അയാളുടെ സൗകര്യമാണ്. അയാൾക്ക് ഇഷ്ടമുള്ള വാർത്ത അയാൾക്ക് കൊടുക്കുക. അതിലൊന്നും എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല. പക്ഷേ ആ വാർത്ത കൊടുക്കുമ്പോൾ വസ്തുനിഷ്ഠമായി വാർത്ത കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അയാൾക്കില്ലേ സുഹൃത്തുക്കളെ? ഇപ്പോൾ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വെള്ളരിപ്രാവും ഒരു കാവൽ മാലാഖയൊന്നും അല്ലല്ലോ. ഒരുപാട് ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അയാൾ ഞാനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്ത വസ്തുനിഷ്ഠമായി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ മാധ്യമ തൊഴിലാളിയായിട്ടുള്ള അരുൺകുമാറിനില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എനിക്കെതിരെ ഒരു വാർത്ത വന്നു. ആ വാർത്ത കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമായിട്ടുണ്ട്. പക്ഷേ വസ്തുനിഷ്ഠമായിരിക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്കൊന്ന് 5 ലക്ഷം രൂപ പിഴ ചുമത്തി മുൻസിഫ് കോടതി അത് ശ്രീജിത്തിനെതിരായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള വാർത്ത ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത അയാൾ ചെയ്തു. അതിൽ തെറ്റില്ല. പക്ഷേ അതൊരു എക്സ്പാർട്ടി വിധിയായിരുന്നു. അത് ഞാൻ ഹാജരാവാതിരുന്നത് കൊണ്ട് സ്വാഭാവികമായി വന്നൊരു വിധിയാണ്. അപ്പോൾ അതൊരു എക്സ്പാർട്ടി വിധിയായിരുന്നു. ആ വിധിന്യായത്തിലുണ്ട്. അപ്പോൾ അതൊരു എക്സ്പാർട്ടി വിധിയായിരുന്നുവെങ്കിൽ പറയാനുള്ളൊരു സാമാന്യ മര്യാദ ഈ മാധ്യമ തൊഴിലാളി കാണിക്കേണ്ടതല്ലായിരുന്നു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ആ കേസിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് സമൻസ് പോലും കിട്ടിയോ എന്നുള്ള എനിക്കറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സമൻസ് സെർവ് ചെയ്തിരുന്നു. അതെൻ്റെ ഇളയ മകനാണ് മേടിച്ചത്. മേടിക്കുന്ന സമയത്ത് എൻ്റെ മകന് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു. പ്രായപൂർത്തിയാകാത്തവരുടെ അടുത്ത് സമൻസ് കൊണ്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത ആളുടെ അടുത്ത് കോടതി ഉദ്യോഗസ്ഥൻ സമൻസ് കൊണ്ട് കൊടുത്ത് എന്താണെന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം ഉൾപ്പെടെ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കേസ് എക്സ്പാർട്ടി ആയിരുന്നില്ലേ? സ്വാഭാവികമായി എക്സ്പാർട്ടി ആയിട്ടുള്ളൊരു കേസ് എക്സ്പാർട്ടി ആയിട്ടാണ് വിധിച്ചത് എന്ന് ആ കോടതിയിൽ എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് സ്റ്റേ ഇല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പക്ഷേ എക്സ്പാർട്ടി ആയിരുന്നു ആ വിധി എന്ന് പറയാനുള്ള ബാധ്യത ഈ മാധ്യമ തൊഴിലാളിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ തൊഴിലാളി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല,
ഞാൻ ഇയാളെ വിളിച്ചു ഇന്നലെ. വിളിച്ചപ്പോഴത്തേക്ക് അയാൾ ആദ്യം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ വിധി കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിധി കണ്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. അത് ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ തന്നാണ് എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് അയാളെ വിളിച്ചിട്ട് ആ നിയമകാര്യ ലേഖകൻ്റെ നമ്പർ ഒന്ന് തരാമെന്ന് ചോദിച്ചപ്പോൾ അയാൾ ക്ഷുഭിതനായി. നിങ്ങൾ മിസ്റ്റർ ഷാജാൻ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി പറയൂ എന്ന് പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അതൊക്കെ അയാളുടെ സ്വാതന്ത്ര്യം, എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പറയുമ്പോൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയണം എന്ന് മാത്രമേ അയാളോട് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ എന്തായാലും അയാളെക്കുറിച്ചിട്ട് ചില അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്വേഷണങ്ങൾ ഞാൻ ഇനിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അതുമായിട്ട് രംഗത്ത് പുറത്തു വരും. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് ഇയാളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ പോലീസിൽ ടി സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ആ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആ സെക്ഷനിൽ നിന്ന് രഹസ്യ സ്വഭാവമുള്ള വാർത്തകൾ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോർത്തി കൊടുക്കുന്നതിന് ഉപകാര സ്മരണയായിട്ടാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഈ തൊഴിലാളി പിന്നെ വിടുവേല ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ എനിക്കെതിരെ വന്ന വാർത്തയുടെ ലിങ്ക് അയാൾ പല മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. എന്നെ ഒരു മാധ്യമത്തിൽ നിന്ന് വിളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ശരിയാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇത് 2025 ജനുവരിയിലാണ് ഇത് വന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനെന്താണ് ഇപ്പോൾ ന്യൂസ് വാല്യൂ? 14 മാസത്തിന് മുമ്പ് വന്നൊരു വിധി എടുത്ത് കൊടുക്കുന്നതിന് എന്താണ് കാരണം ചോദിച്ച് ആ മാധ്യമം ആ വാർത്ത കൊടുത്തില്ല. അപ്പോൾ ഞാൻ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാൾക്കുള്ളൊരു ചെല്ലപ്പേരെന്ന് പറയുന്നത് കെടുതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെടുതി. അയാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരുവനന്തപുരം സൈബർ സെല്ലിൽ CA ആയിരുന്ന ഒരു നിയാസ് എന്ന് പറഞ്ഞ ആളെ ഫോൺ വിളിച്ച് വിരട്ടി ചീത്ത വിളിയൊക്കെ ആയി. അതിൻ്റെ ഓഡിയോ സംഭാഷണമൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അയാൾ ഞാൻ പറഞ്ഞല്ലോ, അയാളെ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അയാളിങ്ങനെ കിട്ടുന്ന വാർത്തകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനപ്പുറമൊന്നും എനിക്ക് അയാളെ കുറിച്ചിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ വളരെ ധിക്കാരത്തോടുകൂടിയും വളരെ വളരെ അഹങ്കാരത്തോടു കൂടിയാണ് ഇയാളുടെ സംഭാഷണം രീതികളും കാര്യങ്ങളുമൊക്കെ. എന്ന് മാത്രമല്ല ഏഷ്യാനെറ്റിലെ ഈ റിപ്പോർട്ടർ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ഇയാളെ സഹപ്രവർത്തകർക്ക് പോലും ഇയാളോട് തൃപ്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മറ്റുള്ള സഹപ്രവർത്തകന്മാർക്ക് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്ക്ലൂസീവ് വാർത്തകളുടെയൊക്കെ സോഴ്സൊക്കെ അന്വേഷിച്ച് പോയി അത് തൻ്റെതാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട് എന്നുള്ള നിലയിൽ അവരുടെ ഇടയിലൊക്കെ ഒരുപാട് അതൃപ്തിയുള്ള ഒരു മാധ്യമ തൊഴിലാളിയാണ് ഇയാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല ഇയാൾ 10 വർഷമായി ട്രാൻസ്ഫറില്ലാതെ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. 10 വർഷമായി ട്രാൻസ്ഫറില്ലാതെ തിരുവനന്തപുരത്ത് നിൽക്കുന്നത് ഇയാൾക്ക് ഇതുപോലെ ക്രിമിനൽ സ്വഭാവമുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് രഹസ്യ വാർത്തകൾ ചോർത്തിയെടുത്ത് ഏഷ്യാനെറ്റിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൻ്റണി രാജുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കിയ കേസിൽ അയാൾക്ക് എതിരായിട്ട് വിധി വന്നല്ലോ. വിധി വന്നപ്പോൾ അതെന്തോ ഇയാൾ എക്സ്ക്ലൂസീവായി കൊണ്ടുവന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു വലിയ ശ്രമം നടത്തി എന്ന് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഏഷ്യാനെറ്റിലെ തന്നെ സീനിയർ ആയിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകന്മാരും എൻ്റെ സുഹൃത്തുക്കളാണ്. വിനു വി ജോൺ ആയാലും PG സുരേഷ് കുമാർ ആയാലും സിന്ധു സൂര്യകുമാർ ആയാലും കമലേഷ് ആയാലും അവരൊക്കെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ അവരുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ഇയാൾ എനിക്കറിയില്ല, എനിക്കൊന്ന് ഈ രഹസ്യമായിട്ടുള്ള വാർത്തകളൊക്കെ ചോർത്തി കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇയാൾ അവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ പക്ഷേ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് ഈ വിടുവേല ചെയ്യുന്ന ഈ പണി ഏഷ്യാനെറ്റിലെ മാനേജ്മെൻറ്റിന് ഈ വിനുവിനും അവർക്കൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നു എന്നതിന് എനിക്കറിയില്ല. ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പരാതികൾ ഞാൻ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊന്നും ഇയാൾ കൊടുക്കില്ല. കാരണം ഇയാൾ ശ്രീജിത്തിന് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. തൊഴിലാളി എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ടുള്ള ഒരു ഉപയോഗമാണ്. പക്ഷേ ഇയാൾ ഈ വിടുവേല ചെയ്യുന്ന ഒരു നെഗറ്റീവ് സെൻസിലുള്ള ഒരു തൊഴിലാളിയാണ്. ശ്രീജിത്തിനെതിരായിട്ടുള്ള വാർത്തകളൊന്നും വന്നാൽ അയാൾ കൊടുക്കത്തില്ല. ഇതൊക്കെ ഏഷ്യാനെറ്റ് മാനേജ്മെൻറ്റ് ഒന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീജിത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്ന് പൊന്നാട അണിയിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പലതവണ പരാതി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇയാൾ കൊടുക്കത്തില്ല. ശ്രീജിത്തിനെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദരിച്ചതിൻ്റെ വീഡിയോ പുറത്തു വന്നു. അത് ഇയാൾ കൊടുക്കത്തില്ല. ശ്രീജിത്ത് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശ രാജ്യത്ത് പോയി ഒരു ആയുർവേദ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. അത് ഇയാൾ കൊടുക്കത്തില്ല.
ശ്രീജിത്തിൻ്റെ അനുവാദത്തോടു കൂടി ശബരിമല ചെന്ന് ഒരുത്തൻ അനധികൃതമായി ഷൂട്ടിംഗ് നടത്തി, അതിൻ്റെ പരാതി ഞാനാ കൊടുത്തത്. അവിടെ എൻ്റെ പേര് പറയില്ല, പരാതിക്കാരനെന്നേ ഇയാൾ പറയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇയാളെ തിരിച്ചറിയണം, മാധ്യമ ലോകവും ജനങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇയാൾ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ജീവനക്കാർ, ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിന്നെ ഒരു പിണിയാളായിട്ടുള്ള ഒരു മാധ്യമ തൊഴിലാളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇയാളെക്കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയത്ത് ഞാൻ പുറത്ത് പറഞ്ഞോളാം. പിന്നെ ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ പോരാടാൻ ഇറങ്ങി ഒരുപാട് നഷ്ടപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് വേറെ പല മേഖലകളിൽ നിന്നും പോയി രക്ഷപ്പെടാൻ പറ്റാഞ്ഞിട്ടല്ല. ഞാൻ LLB ഉണ്ട്, പ്രാക്ടീസിങ് വക്കീലാണ്. എനിക്ക് വക്കീലായിട്ട് വേണേൽ പോകാം, എനിക്കുള്ള മറ്റ് ഡിഗ്രി വെച്ചുകൊണ്ട് എനിക്ക് വേണേൽ കോളേജിൽ വല്ല പ്രൊഫസറായിട്ട് വേണമെങ്കിൽ പോകാം. അതൊന്നുമില്ലാതെ പോരാട്ടത്തിൻ്റെ വീതിയിൽ നിൽക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനെന്ന് അരുൺകുമാറെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ വെറും പയ്യന്മാരാണെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് നിലനിൽക്കുമ്പോൾ അതിൻ്റെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട്, അതൊരു നല്ല തൊഴിൽ മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എല്ലാ കാര്യങ്ങളും ഈ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞൊക്കെ വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഏതെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പിണിയാളുകളായി മാധ്യമ രംഗത്ത് നിൽക്കുന്നത് മാധ്യമ മേഖലയ്ക്ക് പോലും നാണക്കേടാണ് എന്ന് അരുൺകുമാർ എന്ന് പറഞ്ഞ ഈ മാധ്യമ തൊഴിലാളി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൊഴിലാളി എന്ന് പറയുന്നത് അന്തസ്സുള്ളൊരു ഉപയോഗമാണ്. ഞാൻ പക്ഷേ നെഗറ്റീവായിട്ടാണ് ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ ഇയാളെക്കുറിച്ച് പറയുന്നത്. ഇയാൾ ഒരു കാലത്തും ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കെടുതി എന്ന് അയാളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അയാൾ തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് എനിക്കെതിരായിട്ട് ശ്രീജിത്തിന് വേണ്ടി ചെയ്യുന്ന ഈ വിടുവേലയുണ്ടല്ലോ, ഇത് ഇയാൾ അവസാനിപ്പിക്കണം. കാരണം ശ്രീജിത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ 2-2.5 പതിറ്റാണ്ടായി ശ്രീജിത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ശ്രീജിത്ത് വെള്ളരിപ്രാവും കാവൽ മാലാഖയൊന്നും അല്ല, ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ടിരുന്ന സസ്പെൻഷനിലൊക്കെ ഇടപെട്ടിട്ടുള്ളതാണ്. അയാൾക്കെതിരായിട്ട് ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നാളെ ചിലപ്പോൾ അരുൺകുമാർ ചിലപ്പം ഇയാൾക്കെതിരെ ഞാൻ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇതുപോലെ വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, നിങ്ങളെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ആളാണ് ടോമിൻ തച്ചങ്കരി. അയാളിപ്പം പിന്നെ വിജിലൻസ് കോടതിയുടെ പുറകെ കൂടെ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് അരുൺകുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും പോരാടണം. അല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാരുടെ ഇങ്ങനെ പിണിയാളുകളായി ഈ വിടുപണി ചെയ്യുന്ന ഈ പണി അവസാനിപ്പിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ, എനിക്ക് ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ അരുൺകുമാറിനോട്